ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത കാലത്തിറങ്ങിയ ഒരു ഡോക്യുമെൻ്ററിയുടെ പേര് ഇങ്ങനെയാണ്: ദ ഡെവിൾ ഈസ് ബിസി. പിശാച് വളരെ തിരക്കിലാണ്. പിശാച് ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മെ തോൽപ്പിക്കാൻ. ദുഷ്ടശക്തികൾ മനുഷ്യ മനസ്സിൻ്റെ താളം തെറ്റിക്കുന്നു. നമ്മുടെ ആത്മീയ ഊർജം ചോർത്തിക്കളയുന്നു. നമ്മിൽ കുറ്റവാസന ഉണ്ടാക്കുന്നു. അക്രമം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ സുബോധം നഷ്ടപ്പെടുത്തുന്നു. നമ്മെ നിരന്തരം പ്രലോഭിപ്പിക്കുന്നു. സ്വാർത്ഥത, ദുഷ്ടത, അസൂയ ഇതൊക്കെ നമ്മിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നു, കുത്തിവെക്കുന്നു. വൈകൃതങ്ങൾക്കും വഷളത്വങ്ങൾക്കും പ്രേരണ നൽകുന്നു. അതിഭക്ഷണത്തിനും ആഡംബരത്തിനും നമ്മെ പ്രേരിപ്പിക്കുന്നു. പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്കെതിരെ ധ്യാനവും നോമ്പും ഉപവാസവും ഒരു തെറാപ്പിയാണ്, ചികിത്സാവിധിയാണ്, തെറാപ്പിയാണ്. ശരീരത്തിനും ആത്മാവിനും ആവശ്യമായ ഒരു ചികിത്സാവിധിയാണ് ധ്യാനവും ഉപവാസവും നോമ്പനുഷ്ഠാനവും. അത് ഒരു അറ്റകുറ്റപ്പണിയാണ്, ഒരു ക്ലെൻസിങ് പ്രോസസ്സാണ്. നമ്മെ വൃത്തിയാക്കുകയാണ്, ശുചിയാക്കുകയാണ്. വാഹനം സർവീസ് ചെയ്യുന്നത് പോലെയാണ്. നമ്മെ ചൂളയിലിട്ട് ശുദ്ധീകരിക്കലാണ്. നമ്മുടെ മുറിവുകൾ കരിച്ച് ദൈവത്തോടും മനുഷ്യരോടും നമ്മെ നിരപ്പാക്കുന്നു. ആന്തരിക ജാഗ്രതയും ആത്മീയ ഉണർവും നമുക്ക് നൽകുന്നു. ദുഷ്ടശക്തികളെ തോൽപ്പിക്കാനുള്ള ശക്തി നമുക്ക് നൽകുന്നു. ധ്യാനവും നോമ്പും ഉപവാസവും ശിക്ഷണം നൽകുന്നു, ഡിസിപ്ലിൻ നൽകുന്നു, ഇച്ഛാശക്തിയും അനുതാപവും നൽകുന്നു. മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട്, നാം ധ്യാനിക്കുമ്പോൾ മനുഷ്യ മസ്തിഷ്കത്തിലെ ചില പ്രത്യേക ഭാഗങ്ങളിൽ ഉദ്ദീപനം നടക്കുന്നു. ഇല്ലൂമിനേഷൻ, ഉദ്ദീപനം നടക്കുന്നു. ഏതൊക്കെ ഭാഗങ്ങളാണെന്നും പറയുന്നുണ്ട്. മനുഷ്യ മസ്തിഷ്കത്തിലെ, ബ്രെയിനിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, പരീറ്റൽ കോർട്ടെക്സ്, ടെമ്പറൽ കോർട്ടെക്സ്, അങ്ങനെയുള്ള ഭാഗങ്ങളിലെ ഉദ്ദീപനം നൽകുന്നു. മനുഷ്യൻ്റെ ഊർജപാളികളെ ക്രമപ്പെടുത്തി സൗഖ്യം നൽകുന്നു. നമുക്കിന്നത്തെ ദിവസം വളരെ ഒരുക്കത്തോടെ, ധ്യാനത്തോടെ ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കാം, പ്രാർത്ഥനയോടെ. യോനായുടെ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണല്ലോ ഇന്നത്തെ ദിവസം നാം പ്രത്യേകമായി ധ്യാനിക്കുന്നത്. 2 വേദഭാഗങ്ങൾ നിങ്ങളുടെ ധ്യാനത്തിനായി സമർപ്പിക്കുകയാണ്. ഒന്ന്, യോനായുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം. നീ പുറപ്പെട്ട് മഹാനഗരമായ
നിനുവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. രണ്ടാമത്തെ ഭാഗം 3-ാം അധ്യായം 8-ാം വാക്യം, അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഓരോരുത്തൻ താന്താൻ്റെ ദുർമാർഗവും താന്താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരിയുകയും വേണം. ഇന്നത്തെ നമ്മുടെ നാട് പഴയ നിനുവ പട്ടണം പോലെ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. പഴയ നിനുവയിലെ സമൂഹത്തെ പോലെ തന്നെയാണ്. അസീറിയയുടെ തലസ്ഥാനമായിരുന്നു നിനവെ. മഹാനഗരമായിരുന്നു, ഒരു പുറജാതി കേന്ദ്രമായിരുന്നു, വൈകൃതങ്ങളുടെ കേന്ദ്രമായിരുന്നു, ദുഷ്ടതയും വഷളത്വവും നിറഞ്ഞ കേന്ദ്രമായിരുന്നു. ഇന്നത്തെ സമൂഹത്തിൽ നാം കാണുന്നുണ്ട് വൈകൃതങ്ങളുടെ ആഘോഷം, ദ സെലിബ്രേഷൻ ഓഫ് പെർവേർഷൻസ്. ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും വൈകൃതങ്ങളുടെ ആഘോഷം നടക്കുകയാണ്. മാത്രമല്ല, തിന്മയുടെ സൗന്ദര്യവൽക്കരണം നടക്കുകയാണ്. എയ്സ്തെറ്റിക്സ് ഓഫ് ഈവിൾ. തിന്മയായതെല്ലാം സുന്ദരമാണെന്ന് മനുഷ്യൻ പാടിപ്പുകഴ്ത്തുകയാണ്. നമ്മിൽ പണ്ടത്തേക്കാൾ സ്വാർത്ഥത കൂടിക്കൂടി വരികയാണ്. നാം ദൈവത്തെ വെല്ലുവിളിക്കുന്നു. നമുക്ക് അനുതാപബോധമില്ല. നമ്മുടെ പക്ഷം ചേരൽ എങ്ങോട്ടാണ്? അനീതിയുമായി പക്ഷം ചേരുന്നു. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നന്മയ്ക്ക് തിന്മ എന്നും തിന്മയ്ക്ക് നന്മ എന്നും പേര് പറയും. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു. പ്രത്യേകമായി ഇന്നത്തെ സമൂഹത്തിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുവാൻ പലരും ഒരുങ്ങി പുറപ്പെടുന്നു. ഇന്നത്തെ ഈ കാലഘട്ടത്തിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അറിവിൻ്റെ മേഖലകൾ വിസ്തൃതമാകുന്നു. അതോടൊപ്പം അനേകർ വഴിതെറ്റിപ്പോകുന്നു. അറിവ് നേടുന്ന പലരും, പാണ്ഡിത്യം കൈക്കലാക്കുന്ന പലരും, അനേകർ വഴിതെറ്റിപ്പോകുന്നു. അറിവ് ദുരുപയോഗപ്പെടുത്തുന്നു, പണം ദുരുപയോഗപ്പെടുത്തുന്നു, സമയവും കഴിവുകളും ദുരുപയോഗപ്പെടുത്തുന്നു. സദാ ഉണർന്നിരിക്കുന്ന യന്ത്രങ്ങളാണ് നമുക്ക് ചുറ്റും. യന്ത്രങ്ങൾ മനുഷ്യരെ ഭരിക്കുന്ന അനുഭവത്തിലേക്ക് വരികയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി, അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് മനുഷ്യൻ ബോധവാന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെല്ലാം ചാരഗ്രഹങ്ങളുടെ നിരീക്ഷണത്തിലാണ്. നിർമ്മിത ബുദ്ധിയുടെ ദൂഷ്യവശങ്ങൾ നാം കാണണം. വിവേകമില്ലാതാകുന്നു. ബുദ്ധിയും ശക്തിയും ഒക്കെ ഉണ്ടാകാം, വിവേകമില്ലാതാകും, അച്ചടക്കമില്ലാതാകും. പലതരം വൈറസുകൾ ഇന്ന് പെരുകുകയാണ്. തിന്മയുടെ വൈറസുകൾ പെരുകുകയാണ്. യോബിൻ്റെ പുസ്തകത്തിൽ അസ്ഥികളെ തുളയ്ക്കുന്ന ഉറങ്ങാത്ത വൈറസുകൾ എന്നൊരു പ്രയോഗമുണ്ട്. യോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ഇപ്പോൾ എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഊറ്റിയെടുക്കുന്നു. കഷ്ടകാലം എന്നെ പിടിച്ചിരിക്കുന്നു. ഉറങ്ങാത്ത വൈറസുകൾ എൻ്റെ അസ്ഥികളെ തുളയ്ക്കുന്നു. പലതരം വൈറസുകൾ മനുഷ്യനെ ആക്രമിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ സമൂഹത്തിൽ മറ്റുള്ളവരുടെ മനസ്സ്
വായിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സ് ദുഷ്ടത തിങ്ങി നിറയുകയാണ്. ട്രാൻസ്പെറൻസി നഷ്ടപ്പെടുകയാണ്. അതുപോലെ ഇന്നത്തെ സമൂഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഒരു ബിന്ദുവിൽ വൻപിച്ച വിവരശേഖരണം അടക്കി വച്ചിരിക്കുന്നു. അതിന് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഒരു ബിന്ദുവിൽ അനേകം വൻപിച്ച വിവരശേഖരണം ഒരുക്കി വച്ചിരിക്കുകയാണ്. വേണ്ടാത്ത വിവരശേഖരണമുണ്ട്. അതാണ് പ്രശ്നം. മനുഷ്യന് ആവശ്യമുള്ള വിവരശേഖരണം മാത്രമല്ല, മനുഷ്യന് വേണ്ടാത്ത വിവരശേഖരവും കുന്നുകൂടുകയാണ്. ഇന്നത്തെ സമൂഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, സമയദൂരങ്ങളുടെ അകൽച്ച മറികടക്കാൻ മനുഷ്യന് കഴിയുന്നു. അതിന് പറയുന്ന പേരാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറയും. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്, അകലങ്ങളിലെ അഭിനിവേശമെന്ന് പറയാം മലയാളത്തിൽ. അതായത് ഭൂതകാലത്തിലേക്കും ഭാവി കാലത്തിലേക്കും അനന്തമായി എത്തി നോക്കാൻ മനുഷ്യന് കഴിയുന്നു. സമയകാലങ്ങൾക്കപ്പുറം കടന്നു എന്ന് പരസ്പരം സംവദിക്കാൻ കഴിയുന്നു. നാം നമ്മുടെ വിശുദ്ധരെ തേടിച്ചെല്ലുകയാണെങ്കിൽ, നമ്മുടെ മരിച്ചുപോയവരെയും വിശുദ്ധരെ അങ്ങോട്ട് തേടിച്ചെല്ലുകയാണെങ്കിൽ, അവർ ഇങ്ങോട്ട് നമ്മെ തേടി വരും. ഇന്നത്തെ ഒരു വെളിച്ചമാണത്, കണ്ടുപിടുത്തമാണത്. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിൻ്റെ പ്രത്യേകതയാണ്. നമ്മുടെ മരിച്ചവരെയും വിശുദ്ധരെയും നമ്മൾ അങ്ങോട്ട് തേടി ചെല്ലുമ്പോൾ നമ്മെ അവർ ഇങ്ങോട്ട് തേടി വരും. പക്ഷേ പ്രശ്നം, നമ്മളൊക്കെ അതിന് കഴിയുന്നില്ല. മനുഷ്യൻ്റെ മനസ്സ് ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. ഒരു വലിയ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാൻ മനുഷ്യൻ കൂട്ടാക്കുന്നില്ല. നമ്മൾ ചുരുങ്ങിപ്പോകും, നമ്മെ തന്നെ ചുരുങ്ങിപ്പോകുന്നു. ഞാൻ ഞാൻ ഞാൻ, എൻ്റേത്, സ്വാർത്ഥ ചിന്തകൾ. ഒരു വലിയ കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് കഴിയുന്നില്ല പലപ്പോഴും. വിശുദ്ധ സഭ ഒരു വലിയ കൂട്ടായ്മയാണ്. ഇറ്റ്സ് എ മാക്രോ ലെവൽ ഫെലോഷിപ്പ് എന്ന് പറയും. ജീവനോടിരിക്കുന്നവരുടെയും വാങ്ങിപ്പോയവരുടെയും ഒരു വലിയ സമൂഹത്തിൻ്റെയും കൂട്ടായ്മയാണ് സഭ. അതിലേക്ക് യഥാർത്ഥമായി കടന്നു ചെല്ലുവാൻ, ആ വലിയ കൂട്ടായ്മയുടെ ശക്തി അനുഭവിപ്പാൻ മനുഷ്യൻ കൂട്ടാക്കുന്നില്ല. ഇന്നത്തെ സമൂഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. പല രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ വർദ്ധിക്കുകയാണ്. സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ വർദ്ധിക്കുന്നു. ഒരു വശത്ത് നേട്ടം, ഭൗതിക നേട്ടങ്ങൾ, മറുവശത്ത് സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ. കഴിഞ്ഞ ആഴ്ച ലോകം ശ്രദ്ധിച്ച ഒരു സമ്മേളനമായിരുന്നു സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറം സമ്മേളനം, വേൾഡ് ഇക്കണോമിക് ഫോറം. കഴിഞ്ഞ ആഴ്ച ആ സമ്മേളനത്തിൽ കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി എന്നയാൾ ചെയ്ത ഒരു പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, ലോകം ഇന്ന് കോട്ട കെട്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു, സമ്പത്ത് ആയുധമാക്കുന്നു, ധനവാൻ ദരിദ്രനെ പീഡിപ്പിക്കുന്നു,
ചൂഷണം ചെയ്യുന്നു. ബലഹീനർ തീന്മേശയിലെ വിഭവമാക്കി തീർന്നു. ബലമുള്ളവർ ബലഹീനരെ തീന്മേശയിലെ വിഭവമാക്കി തീർക്കുന്നു, കഷണമാക്കുന്നു. വൻ രാഷ്ട്രങ്ങൾ ചുമത്തുന്ന ടാക്സിനെ സൂചിപ്പിച്ചൊക്കെയാണ് കനേഡിയൻ പ്രധാനമന്ത്രി ഇത് പറഞ്ഞത്. ശക്തർ തോന്നുംപടി ചെയ്യുന്നു. അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ദുർബലരാണ്. ബലമുള്ളവരുടെ, ശക്തരുടെ കുത്തഴിഞ്ഞ പ്രവർത്തനം മൂലം അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവർ പാവപ്പെട്ടവരാണ്. വ്യാപാര നിയമങ്ങൾ പക്ഷപാതപരമാകുന്നു. ലോകം കൂടുതൽ ദരിദ്രവും അസ്ഥിരവുമായി കൊണ്ടിരിക്കുന്നു. ദുർബലരായവരുടെ അതിജീവന മാർഗം എന്താണെന്ന് ആ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ദുർബലരായവരുടെ അതിജീവന മാർഗം എന്താണ്? കരുത്ത് കുറഞ്ഞവരുടെ കരുത്ത് സത്യസന്ധതയാണ്. നമ്മുടെ കരുത്ത് സത്യസന്ധതയാണ്. മൂല്യാധിഷ്ഠിതമായ ഒരു ലോകക്രമം സൃഷ്ടിക്കപ്പെടണം. സ്വയം പര്യാപ്തത കൈവരിക്കണം. നീതിയുക്തമായ ഒരു ക്രമം കെട്ടിപ്പടുക്കണം. ക്രമമില്ലായ്മയാണ് അക്രമം. മനുഷ്യന്റെ ക്രമമില്ലായ്മയിലേക്ക് സൂചന നൽകുന്ന പുസ്തകമാണ് യോനായുടെ പുസ്തകം. മനുഷ്യന്റെ ക്രമം കെട്ടുപോകുന്നു. ക്രമമില്ലായ്മയിലേക്ക് സൂചന നൽകുന്ന പുസ്തകമാണ് യോനായുടെ പുസ്തകം. യോനായുടെ ചരിത്രം വളരെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ പറയാം, ഏതാനും മിനിറ്റ് കൊണ്ട്. അമിത്തായ് എന്നൊരു മനുഷ്യൻ, അമിത്തായ്. ആ പേരിൻ്റെ അർത്ഥമറിയാമോ? അമിത്തായ് എന്ന വാക്കിൻ്റെ അർത്ഥമറിയാമോ? എൻ്റെ വിശ്വസ്തത, മൈ ഫെയ്ത്ത്ഫുൾനെസ്. എൻ്റെ വിശ്വസ്തത എന്നാണ് അമിത്തായ് എന്ന വാക്കിൻ്റെ അർത്ഥം. അമിത്തായിക്കൊരു മകൻ ജനിച്ചു. ഒരു നല്ല പേരിട്ടു. നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല പേരിടാൻ ആഗ്രഹിക്കുന്നവരാണ്. പ്രാവെന്നർത്ഥമുള്ള ഒരു പേരിട്ടു. യോന എന്ന വാക്കിൻ്റെ എബ്രായ പദത്തിന് പ്രാവെന്ന അർത്ഥം. ഈ കുഞ്ഞ് പ്രാവിനെ പോലെ അഴകുള്ളതാകണം, നിഷ്കളങ്കമാകണം, ആത്മീയ അഴകുണ്ടാകണം. പഴയ നിയമത്തിൽ ആദ്യം നാം പ്രാവിനെ കാണുന്നത് സന്ദേശവാഹകനായിട്ടാണ്. നോഹയുടെ പെട്ടകത്തിൽ വെള്ളം പറ്റിയോ എന്നറിയാൻ സന്ദേശവാഹകനായി പ്രാവിനെ അയക്കുന്നുണ്ടല്ലോ. ഒരു നല്ല സന്ദേശവാഹകനായി, നിഷ്കളങ്കനായി, ആത്മീയ അഴകുള്ളവനായി ഈ കുഞ്ഞ് തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അമിത്തായ് കുഞ്ഞിന് യോന എന്ന പേരിട്ടു. വലിയ പ്രതീക്ഷയോടെ യോന വളർന്നു വന്നു. ദൈവം യോനായ്ക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, സം ഡയറക്ഷൻസ്. 3 ഇംഗ്ലീഷ് വാക്കുകളിൽ പറഞ്ഞാൽ എന്താണ് നിർദ്ദേശങ്ങൾ? യു എറൈസ്, നീ എഴുന്നേൽക്കുക. യു സ്റ്റാർട്ട്, നീ നിനവയിലേക്ക് പുറപ്പെടുക. യു പ്രീച്ച്, നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്കുക. നിനവയ്ക്ക് അനുകൂലമായിട്ടല്ല, വിരോധമായി പ്രസംഗിക്കുക. സൂചിപ്പിച്ചതുപോലെ അസീറിയയുടെ തലസ്ഥാനമായ നിനവെ ദുഷ്ടതയുടെ കേന്ദ്രമായി. അതിന് വിരോധമായി പ്രസംഗിക്കണമെന്നാണ് പറഞ്ഞു വിട്ടത് ദൈവം. ദൈവനിർദ്ദേശത്തിനെതിരെ ഇന്ന് മനുഷ്യൻ പ്രവർത്തിക്കുന്നു, ചിന്തിക്കുന്നു, നാശത്തിലേക്ക് പതിക്കുന്നു. തർശീസിലേക്ക് കയറാൻ ഒരു കപ്പൽ റെഡിയായി കിടക്കുക. തിന്മയിലേക്കുള്ള വഴി വളരെ എളുപ്പമാണ്, വിശാലമാണ്, ഈസിലി അവൈലബിളാണ്.
ഇന്ന് മദ്യവും മയക്കുമരുന്നും ഒക്കെ ഈസിലി അവൈലബിൾ ആണെന്ന് പറയുന്നത് പോലെ തിന്മയുടെ വഴി പെട്ടെന്ന് കിട്ടും, പെട്ടെന്ന് അതിലേക്കുള്ള വണ്ടി പിടിക്കാം, ഈസിയാണ് പോകാൻ. അവൻ കൂലി കൊടുത്ത് കപ്പൽ കയറി. വഴി പിഴച്ചു പോകുന്നവൻ കൂലി കൊടുക്കേണ്ടി വരും, ഇന്നല്ലെങ്കിൽ നാളെ. ദൈവത്തെ ധിക്കരിക്കുന്നവൻ കൂലി കൊടുക്കേണ്ടി വരും, ഇന്നല്ലെങ്കിൽ നാളെ. വീണ്ടും നാം വായിക്കുന്നു, യഹോവ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. പ്രകൃതി പോലും ദൈവത്തെ അനുസരിക്കുകയാണ്, മനുഷ്യൻ അനുസരണക്കേട് കാണിക്കുക. ഈ പ്രകൃതി ദൈവത്തെ അനുസരിക്കുന്നു, മനുഷ്യൻ അനുസരണക്കേട് കാണിക്കുന്നു. നേച്ചർ ഒബേസ് ബട്ട് മാൻ ഡിസൊബേസ്. യോനാ കപ്പലിൻ്റെ അടിത്തട്ടി കിടന്ന് സുഖമായി ഉറങ്ങി. അവൻ പടിപടിയായി താഴുകയാണ്, അധപ്പതിക്കുകയാണ്. അനേകർ ഇന്ന് പടിപടിയായി താഴുന്നു, അധപ്പതിക്കുന്നു. ആത്മീയമായി താഴെ തട്ടിൽ പോയി കിടക്കുന്നു. ഉണർന്നിരിക്കേണ്ടവൻ ജാഗ്രത കാണിക്കുന്നില്ല. നമുക്കറിയാമല്ലോ, ഒരു പഴഞ്ചൊല്ലുണ്ട്, ലോകം ഉറങ്ങുമ്പോൾ യോഗി ഉണരുന്നു. നാം യോഗികളായി തീരുന്നില്ല. ലോകം ഉറങ്ങുമ്പോൾ യോഗി ഉണരുന്നു. നാം ഇന്ന് ഉണരുന്നില്ല, വേണ്ട പോലെ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല. അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ് ശാന്തമായി. അവർ ചീട്ടിട്ടു. ആര് മൂലമാണ് ഈ പ്രശ്നം വന്നതെന്നറിയാൻ? ചീട്ട് യോനായ്ക്ക് തന്നെ വീണു. മനുഷ്യ, നിനക്ക് ചീട്ട് വീഴുന്ന ഒരു സമയം വരും. ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല എന്ന് മനസ്സിലാക്കി നീ ഓരോന്ന് പറയുമ്പോൾ, ഓരോന്ന് പ്രവർത്തിക്കുമ്പോൾ, ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ നിനക്ക് ചീട്ട് വീഴുമെന്ന് നീ ഓർക്കണം. അനുസരണക്കേട് കാണിക്കുന്നവന് ചീട്ട് വീഴും. God will find you. God will catch you. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിന്നെ പിടിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. അവർ യോനായെ പിടിച്ചു. അവനെ ചീട്ട് വീണല്ലോ. ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിന്റെ പേരെന്താ? നിന്റെ നാടെന്താ? നീ എവിടെ നിന്നാണ് വരുന്നത്? നീ എവിടേക്കാണ് പോകുന്നത്? ഇതൊക്കെ അസ്തിത്വപരമായ ചോദ്യങ്ങളാണ്, എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസാണ്. മനുഷ്യനിന്ന് ഇത്തരം അസ്തിത്വപരമായ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ യഥാർത്ഥ നാട് എവിടെയാണ്? ഞാൻ എവിടെ നിന്നാണ് വന്നത്? ഞാൻ എവിടേക്കാണ് പോകുന്നത്? അങ്ങനെയുള്ള അസ്തിത്വപരമായ ചോദ്യങ്ങൾ ചോദിക്കുവാൻ മനുഷ്യന് കഴിയണം. അല്ലെങ്കിൽ അവൻ്റെ അന്വേഷണം ഭാഗികമായിരിക്കും, സത്യസന്ധമായിരിക്കുകയില്ല. അസ്തിത്വപരമായ ചോദ്യങ്ങളെ നാം അവഗണിക്കുകയാണെങ്കിൽ നമ്മുടെ അന്വേഷണം സത്യസന്ധമാവുകയില്ല. യോനായ്ക്ക് ഒത്തിരി ദൂഷ്യവശങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു. അനുസരണക്കേട് കാണിച്ചു. പക്ഷേ ഒരു നല്ല ഗുണം അവനുണ്ടായിരുന്നു. അവൻ പറയാ, നിങ്ങളൊരു കാര്യം ചെയ്യ്, എന്നെ എടുത്ത് സമുദ്രത്തിലേക്ക് ഇട്ടേ. ഞാൻ തെറ്റ് ചെയ്തു, എന്നെ എടുത്ത് അങ്ങോട്ട് ഇട്ടേ. ഞാൻ തെറ്റ് ചെയ്യുന്നു സമ്മതിക്കുന്നത് നല്ല ഗുണമാണ്. ഇന്ന് മനുഷ്യന് മനസാക്ഷി മരവിച്ചിരിക്കുക. തെറ്റ് ചെയ്യുന്നവൻ സമ്മതിക്കുന്നില്ല. എന്നെ ശിക്ഷിച്ചേക്കുമെന്ന് ഏറ്റു പറയുകയാണ് യോന. പാപിയാണെന്ന് സമ്മതിക്കാൻ നാം മടി കാണിക്കുന്നു. യോനയെ എടുത്ത് സമുദ്രത്തിലേക്ക് ഇട്ടു. അവർ സമുദ്രം അടങ്ങി. കോപിച്ചലറി വിളിച്ച സമുദ്രം, കലി കയറിയ സമുദ്രം അടങ്ങി, ശാന്തമായി. അപ്പോൾ അവർ ദൈവത്തെ അത്യന്തം ഭയപ്പെട്ടു. ഈ പ്രകൃതിയിൽ നടക്കുന്ന, ലോകത്ത് നടക്കുന്ന സംഭവങ്ങളിലൂടെ നാം ദൈവത്തെ ഭയപ്പെടണം. അവർ ദൈവത്തിന് നന്ദി അർപ്പിച്ചു, യാഗമർപ്പിച്ചു, സ്തുതിച്ചു. നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ധ്യാനം, നമ്മുടെ കുർബാന,
നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മുടെ നന്ദി അർപ്പണമാണ്. താങ്ക്സ് ഗിവിങ്, ഗ്രാറ്റിറ്റ്യൂഡ്. യൗക്കാറിസ്റ്റിയ എന്ന് പറയും. വിശുദ്ധ കുർബാനയുടെ മറ്റൊരു പേരാണല്ലോ യൂക്കറിസ്റ്റ്. ഗ്രീക്ക് ഭാഷയിൽ യൗക്കാറിസ്റ്റിയ താങ്ക്സ് ഗിവിങ്. നമ്മുടെ ജീവിതം തന്നെ ദൈവസന്നിധിയിൽ താങ്ക്സ് ഗിവിങ് ആയി തീരണം. നന്ദികേട് കാണിക്കരുത്. പ്രിയപ്പെട്ടവരെ, യോന എടുത്ത് സമുദ്രത്തിലിട്ടപ്പോൾ സമുദ്രകോപം അടങ്ങി. യോനായ മത്സ്യം വിഴുങ്ങി 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ അനുതാപത്തോടെ കണ്ണുനീരോടെ കഴിഞ്ഞു. മത്സ്യം കരയ്ക്ക് അവനെ ഛർദ്ദിച്ചു. നിനിവയിൽ തന്നെ ചെന്നു ചേർന്നു. നിനിവയ്ക്ക് വിരോധമായി പ്രസംഗിച്ചു. നിനുവാക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു. ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു, അനുതപിച്ചു, ചാരത്തിൽ കിടന്നു, കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. വലിയവരും ചെറിയവരും ഒരുപോലെ ഇന്ന് അനുതപിക്കണം, കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കണം, രട്ടെടുക്കണം, ചാരത്തിൽ കിടക്കണം. പ്രിയപ്പെട്ടവരെ, എവിടെ നാം കാണുന്നു? യോനയുടെ ചരിത്രത്തിൽ കാണുന്നു. വഴിതെറ്റിപ്പോയ യോന, മാറ്റം സംഭവിച്ച യോന. നിങ്ങളും ഞാനും വഴിതെറ്റിപ്പോകുന്നുണ്ട്. നമുക്ക് മാറ്റം സംഭവിക്കണം. നമ്മുടെ ബലഹീന വശങ്ങൾ കുറച്ചു കുറച്ചു കൊണ്ടുവരണം. നമ്മുടെ നല്ല വശങ്ങൾ കൂട്ടി കൊണ്ടുവരണം. അതിനാണ് ഈ ധ്യാനയോഗം. അതാണ് യോനയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അവൻ വഴിതെറ്റിപ്പോയി. ബലഹീനതകൾ ഉണ്ടായി. അവന് ഒന്ന് ചികഞ്ഞു നോക്കിയേ, ഉള്ളിലോട്ടൊന്ന് നോക്കിയേ. എന്തൊക്കെയാണ് നമ്മുടെ ബലഹീന വശങ്ങളൊന്ന് കണ്ടെത്തിയേ, ആത്മാർത്ഥമായി കണ്ടെത്തിയേ. നമ്മുടെ ബലഹീന വശങ്ങൾ കുറച്ചു കൊണ്ടുവരണം. നമുക്ക് ചില കാര്യങ്ങൾ പോസിറ്റീവ് കാര്യങ്ങളായിരിക്കും, വശങ്ങളായിരിക്കും. അത് കൂട്ടി കൊണ്ടുവരണം. നന്മയുടെ വശങ്ങൾ കൂട്ടി കൊണ്ടുവരണം. എന്താണ് യോനയുടെ ബലഹീന വശങ്ങൾ? തന്നെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തി. പിതാവായ അമിത്തായിക്കും നാട്ടുകാർക്കും ദൈവം തമ്പുരാനും തന്നെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തി. ആത്മീയ അഴക് ചോർന്നുപോയി. ദൈവത്തിൻ്റെ സന്ദേശവാഹകനായില്ല. നിഷ്കളങ്കതയുടെ മുഖം നഷ്ടപ്പെടുത്തി. ദൈവം നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ല. നിനവെ എന്ന പുറജാതി കേന്ദ്രത്തിൻ്റെ വൈകൃതങ്ങൾക്കെതിരെ ശബ്ദിച്ചില്ല. തിന്മയിലേക്ക് പോകാനുള്ള വഴി തിരഞ്ഞെടുത്തു. എന്തെല്ലാം സംഭവിച്ചാലും കണ്ടിട്ടും കൊണ്ടിട്ടും അനുഭവിച്ചിട്ടും നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നില്ല. ഈ തലമുറ, നമ്മുടെ കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും മുതിർന്നവരും നമ്മളൊക്കെയും പാഠങ്ങൾ പഠിക്കുന്നില്ല. കണ്ടിട്ടും കൊണ്ടിട്ടും അനുഭവിച്ചിട്ടും പാഠങ്ങൾ പഠിക്കുന്നില്ല. അനുസരണക്കേട് കാണിച്ചൊളിച്ചിരുന്നു. അസ്തിത്വപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല അവന്. ഒടുവിലൊരു മാറ്റം സംഭവിക്കുകയാണ്. അടിസ്ഥാനപരമായ രൂപാന്തരം സംഭവിക്കുകയാണ് നമ്മിൽ എല്ലാവരിലും. ഈ നിമിഷം, അത് നാളേക്ക് മാറ്റി വെക്കരുത്. അടിസ്ഥാനപരമായ ഒരു മാറ്റം സംഭവിക്കണം. എ ഡീപ്പ് റൂട്ടഡ് ചേഞ്ച്. അടിസ്ഥാനപരമായ രൂപാന്തരം നിനക്ക് ആവശ്യമുണ്ട്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി. തെറ്റിനെക്കുറിച്ച് അവൻ അഗാധമായി പശ്ചാത്തപിച്ചു. നമുക്ക് അഗാധമായി പശ്ചാത്തപിക്കാം, കണ്ണീരൊഴുക്കാം, ഹൃദയമുരുകി പ്രാർത്ഥിക്കാം. മനുഷ്യൻ്റെ ചൂട് ചോര വീണ് മലിനമായി കൊണ്ടിരിക്കുന്ന ഈ മണ്ണിനെ കണ്ണുനീര് കൊണ്ട് പവിത്രീകരിക്കാം.
കണ്ണുനീര് കൊണ്ട് നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ നാടിനെയും ശുദ്ധീകരിക്കാൻ കഴിയട്ടെ. അഗ്നിപരീക്ഷകളിലൂടെ ശുദ്ധീകരിക്കപ്പെട്ടു യോന. മനസ്സുരുകി കരഞ്ഞു. നിനവയുടെ ദുഷ്ടതയ്ക്കെതിരെ ശക്തിയായി പ്രസംഗിച്ചു. നിനുവയിലെ പ്രഭുക്കന്മാരിലും സാധാരണക്കാരിലും മാനസാന്തരം ഉണ്ടാക്കാൻ കഴിഞ്ഞു യോനയ്ക്ക്. ഒടുവിൽ ശരീര ദണ്ഡന മാർഗങ്ങൾ ശിക്ഷയായി സ്വീകരിച്ചു. അതാണ് ചാക്കുശീല ധരിച്ചു, രട്ടുടുത്തു, ചാരത്തിൽ കിടന്നു എന്ന് പറയുന്നത്. അവൻ്റെ അനുതാപം പ്രകടിപ്പിക്കാൻ ശരീര ദണ്ഡന മാർഗങ്ങൾ അവൻ സ്വീകരിച്ചു. ഉപവാസത്തിൻ്റെ മഹത്വം നാനാജാതികളുടെ ഇടയിൽ പ്രചരിപ്പിച്ചു. യോനയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിനവയിലെ പ്രഭുക്കന്മാർ തങ്ങളുടെ കിരീടങ്ങൾ വലിച്ചെറിഞ്ഞു. ഡംഭകിരീടങ്ങൾ, അഹങ്കാരത്തിൻ്റെ കിരീടങ്ങൾ, ദുഷ്ടതയാകുന്ന കിരീടം, ആഡംബരമാകുന്ന കിരീടം, വൈകൃതങ്ങളാകുന്ന കിരീടം, തങ്ങളുടെ കിരീടങ്ങൾ വലിച്ചെറിഞ്ഞു. ലോകത്തൊക്കെ നമ്മൾ പല പൊങ്ങച്ചങ്ങളുടെ കിരീടം വഹിച്ചുകൊണ്ട് നടക്കുക. അഹംഭാവത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ കിരീടങ്ങൾ കൊണ്ട് നടക്കുക. ചില കിരീടങ്ങൾ വലിച്ചെറിയാനുണ്ട് നിനക്കും എനിക്കും. ആത്മാവിനെ നശിപ്പിക്കുന്നതൊന്നും ആസ്വദിക്കരുതെന്ന് കൽപ്പന ഇറക്കി രാജാവ്, നിനവയിലെ രാജാവ്. നിന്റെ ആസ്വാദനം, സുഖാസ്വാദനം ആത്മാവിൻ്റെ നാശമാകരുത്. ദുർമാർഗവും സാഹസവും വിട്ടകലണം, മനം തിരിയണം, കൽപ്പന ഇറക്കി. പ്രിയപ്പെട്ടവരെ, യോനയുടെ പുസ്തകത്തിൽ നിന്നുള്ള 6 പാഠങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ധ്യാനപ്രസംഗം അവസാനിക്കും. യോനയുടെ പുസ്തകത്തിൽ നിന്നുള്ള വളരെ പ്രസക്തമായ 6 പാഠങ്ങൾ. 1, ജീവിതം ഒരു നിയോഗമാണ്, അത് നിറവേറ്റണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിതം ഒരു നിയോഗമാണ്. ഇറ്റ്സ് എ വൊക്കേഷൻ, ഡിവൈൻ വൊക്കേഷൻ. ജീവിതം ഒരു നിയോഗമാണ്, അത് നിറവേറ്റണം. ദൈവം നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. ആ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ധ്യാനത്തിലൂടെ അറിയണം. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കണം വിശ്വാസത്തോടെ. അതിനൊരുക്കണം നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം ഒരുക്കണം. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവഗണിക്കരുത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ വിശുദ്ധീകരണത്തിനുള്ള മാർഗമാണ്. 1 തെസ്സലോനിക്കർ 4:7. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നിത്യജീവങ്കലേക്കുള്ള ആഹാരമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യം. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. വിശുദ്ധീകരണത്തിനുള്ള മാർഗമാണ്, നിത്യജീവങ്കലേക്കുള്ള ആഹാരമാണ്, അനുതാപത്തിൻ്റെ മാർഗമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 32-ാം വാക്യം. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ തമ്മിൽ പറഞ്ഞു. എമ്മോസിലേക്കുള്ള വഴിയിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ട യാത്രക്കാരുടെ കണ്ണു തുറന്നു. അവർ തമ്മിൽ പറഞ്ഞ കാര്യമാണ്. വീണ്ടും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നന്മ പ്രവർത്തികൾക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നു.
അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 37-ാം വാക്യം. ഇത് കേട്ടിട്ടവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു. പത്രോസിൻ്റെ പ്രസംഗം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് ജനം പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു, എന്ത് ചെയ്യേണ്ടു? നമ്മുടെ ഡോക്സ, സ്തുതിപ്പ് അല്ലെങ്കിൽ അറിവുകൾ പ്രാക്സിസായി മാറണം, പ്രവൃത്തികളായി മാറണം. ദൈവമഹത്വത്തിന് ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക പ്രവൃത്തികൾ നമ്മിൽ നിന്നുണ്ടാകണം. ദൈവമഹത്വത്തിനായി ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നന്മ പ്രവൃത്തികളിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നു. 107-ാം സങ്കീർത്തനം 20-ാം വാക്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്: ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സൗഖ്യം നൽകുന്ന മരുന്നാണ്. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. നമ്മെ സൗഖ്യമാക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ. യോനായെ സൗഖ്യമാക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അവനത് തിരിച്ചറിഞ്ഞില്ല ആദ്യം. നീറുന്ന ഹൃദയങ്ങൾക്ക് സാന്ത്വനവും ആശ്വാസവും സൗഖ്യവും നൽകുന്ന മരുന്നാണ്. ഇറ്റ് ഈസ് ദ ഓൺലി പനേഷ്യ ഫോർ ദിസ് ഏക്കിംഗ് വേൾഡ്. അവങ്കിലേക്ക് മനം തിരിയണം, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അന്വേഷിക്കണം, കണ്ടെത്തണം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തിരുവചനത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. അന്വേഷിച്ച് കണ്ടെത്തണം. നമ്മുടെ രോഗങ്ങൾക്ക് മരുന്ന് ഈ പ്രകൃതിയിലുണ്ടെന്ന് പറയാറുണ്ട് സാധാരണ. കണ്ടെത്തിയിട്ടില്ല ഇതുവരെ, എല്ലാം അല്പസ്വല്പേ കണ്ടെത്തിയിട്ടുള്ളൂ. നമുക്ക് ആവശ്യമുള്ള മരുന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഉണ്ട് പ്രിയപ്പെട്ടവരെ. കണ്ടെത്തണം, അന്വേഷിക്കണം. യു സെർച്ച് ഡീപ്ലി. കിട്ടും. ആഴത്തിലിറങ്ങിയാൽ മുത്ത് കിട്ടും, മുത്ത് കിട്ടും. ഒരു കാര്യം കൂടെ പറയും: ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ രക്ഷ പ്രദാനം ചെയ്യുന്ന വഴിയാണ്. 1 തിമോത്തിയോസ് 4-ാം അധ്യായം 16-ാം വാക്യം. ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. നാം പ്രാപിക്കാനിരിക്കുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക്, നിത്യ സൗഭാഗ്യ അനുഭവങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ. ജീവിതം ഒരു നിയോഗമാണ്, നിറവേറ്റണം. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സ്വീകരിക്കണം, അതനുസരിച്ച് ജീവിക്കണം. രണ്ടാമത്തെ പാഠം, നമ്മിലുള്ള സർഗാത്മകത, ക്രിയേറ്റിവിറ്റി എന്ന് പറയും. ക്രിയേറ്റിവിറ്റി നമ്മിൽ ഡിസ്ട്രക്റ്റീവ് ക്വാളിറ്റീസും ഉണ്ട്, ക്രിയേറ്റീവ് ക്വാളിറ്റീസും ഉണ്ട്. നശീകരണത്തിൻ്റെ വിത്ത് നമ്മിലുണ്ട്, സർഗാത്മകതയുണ്ട്. നമ്മിലുള്ള സർഗാത്മകത പോഷിപ്പിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. നമ്മിലുള്ള സർഗാത്മകതയെ പോഷിപ്പിക്കണം. മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു വിത്ത് സങ്കല്പിക്കുക. വിത്തിനുള്ളിൽ എന്തെല്ലാം സാധ്യതകളാണ്, നമ്മിൽ എന്തെല്ലാം സാധ്യതകളാണ്. എ ബണ്ടിൽ ഓഫ് പ്രോബബിലിറ്റീസ്. സാധ്യതകളുടെ നിറവാണ് നമ്മിലുള്ളത്. വസന്തത്തെ സ്വപ്നം കണ്ടുകൊണ്ട് വിത്ത് മണ്ണിനടിയിൽ കിടക്കുന്നുവെന്ന് കവികൾ വർണ്ണിക്കാറുണ്ട്. പൊട്ടിമുളയ്ക്കാൻ വെമ്പുന്ന വിത്തുകൾ, വളവും വെള്ളവും ഉൾക്കൊണ്ട് വളരേണ്ട വിത്തുകൾ. പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണ് മനുഷ്യജീവിതം പ്രിയപ്പെട്ടവരെ. സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോ പ്രസംഗത്തിൽ പറഞ്ഞത്, അഭിസംബോധന ചെയ്തത്, അനശ്വരമായ
ആനന്ദത്തിൻ്റെ പിന്തുടർച്ചക്കാരെ എന്നാണ്. അനശ്വരമായ ആനന്ദത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് നാം. പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണ് മനുഷ്യജീവിതം. ഖലീൽ ജിബ്രാൻ എന്ന എഴുത്തുകാരൻ തൻ്റെ പുസ്തകമായ പ്രവാചകൻ അതിനകത്ത് എഴുതി, അനശ്വരമായ ഒരു വൃക്ഷമായി ദൈവത്തെ സങ്കല്പിച്ചാൽ നാം അതിലെ ഇലകളും പൂക്കളും ഫലങ്ങളുമാണ്. കാലമെന്നത് അനശ്വരതയിലേക്ക് പറക്കുന്ന പക്ഷിയുടെ ചിറകുകളെ പോലെയാണ്. നമ്മുടെ നിയോഗം അനശ്വരതയിലേക്കുള്ള പ്രയാണം, നമ്മിലുള്ള സർഗാത്മകതയെ പോഷിപ്പിക്കണം. അതിനെക്കുറിച്ചാണ് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ദൈവീകരണം പ്രാപിക്കണം, ഇൻഫിനിറ്റ് ഗ്രോത്ത് ഇൻ ഗുഡ്നെസ്, നമ്മിൽ നന്മയിലുള്ള നിരന്തരമായ വളർച്ചയുണ്ടാകണം. മരണം നിത്യതയിലേക്കുള്ള കവാടമാണെന്ന് പറയും. നിത്യ തേജസ്സിനെ പ്രാപിക്കാനുള്ള ദൈവ വിളിയാണ് ജീവിതം. നമ്മുടെ ഈ ജീവിതവും നമ്മുടെ മരണവും നിത്യ തേജസ്സിനെ പ്രാപിക്കാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ് പ്രിയപ്പെട്ടവരെ. നമ്മളൊരു പാട്ട് പാടും, വേദപുസ്തകത്തിലെ വാക്യം ഒരു പാട്ടായിട്ട് ചൊല്ലും. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നാം പ്രാപിക്കാനിരിക്കുന്ന നിത്യ തേജസ്സിനെ ഓർക്കുമ്പോൾ കഷ്ടങ്ങൾ സാരമില്ല. അവിടെയൊക്കെ നാം പ്രാപിക്കാനിരിക്കുന്ന നിത്യ തേജസ്സിനെ കുറിച്ചുള്ള പ്രത്യാശയോടെ ജീവിക്കണമെന്ന് പറയുകയാണ്. നമ്മിലുള്ള സർഗാത്മകതയെ പോഷിപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടെ ജീവിപ്പാനും ദൈവീകരിക്കപ്പെടുവാനും നമുക്കിടയാകണം. മഹാന്മാർ പറയും, ഗ്രോ ഓൾഡ് മീനിങ്ഫുള്ളി, അർത്ഥവത്തായി വളരുക. ഗ്രോ ഓൾഡ് കോൺഷ്യസ്ലി, ബോധപൂർവമായി വളരുക. ഗ്രോ ഓൾഡ് ഗ്രേസ്ഫുള്ളി, പ്രസാദാത്മകമായിട്ട് വളരുക. ജീവിതം ഒരു നിയോഗമാണ്, നിറവേറ്റണം. 2, നമ്മിലുള്ള സർഗാത്മകതയെ പോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കണം. 3, തിന്മയുടെ ഭീകരമായ ഭവിഷ്യത്ത് നാം അറിയണം. ദ ഇന്നെവിറ്റബിൾ കോൺസിക്വൻസ്, തിന്മയുടെ ഭീകരമായ ഭവിഷ്യത്തുകൾ അറിയണം. ഇന്നത്തെ സമൂഹം തെറ്റിൻ്റെ, തിന്മയുടെ, പാപത്തിൻ്റെ അനന്തര ഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതിൻ്റെ ഭവിഷ്യത്തുണ്ടാവുകയാണ്. അനുസരണക്കേടിൻ്റെ ഫലം നാശമെന്ന് തിരിച്ചറിയണം. ദ കോൺസിക്വൻസ് ഓഫ് സിൻ ഈസ് ഡേഞ്ചറസ്. ഞാണിന്മേലുള്ള നൃത്തമാണ് ജീവിതം എന്ന് പറയാറുണ്ട്. റോപ്പ് ഡാൻസാണ്. റോപ്പ് ഡാൻസ് ഒരു ചരടിന്മേലുള്ള നൃത്തമാണ്, ഡാൻസാണ് ജീവിതം. വീഴാതെ സൂക്ഷിക്കണം. ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അപകടമാണ്. ഓർത്തോണം, എവരി മൊമെന്റ്, ഓരോ നിമിഷവും വീഴാം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദ ഡെവിൾ ഈസ് ബിസി. ദ ഡെവിൾ, പിശാച് ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മെ തോപ്പിക്കാൻ. വഴി പിഴച്ച് പോകുന്നവൻ വലിയ വില കൊടുക്കേണ്ടി വരും. തർശീസിലേക്ക് പോകുന്ന കപ്പൽ കണ്ട് കൂലി കൊടുത്ത് കയറിയെന്ന് പറയുന്നുണ്ടല്ലോ. അവിടേക്ക് പോയി ഒളിക്കാൻ അവൻ കയറിയാണ്. പോയി ഒളിക്കാൻ. ദൈവത്തിൽ നിനക്ക് ഒളിക്കാൻ സാധ്യമല്ല. 4-ാമത്തെ പാഠം, പരിസ്ഥിതി ആധ്യാത്മികതയുടെ പാഠങ്ങൾ പഠിക്കണം. നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചു, നേച്ചർ ഒബെയ്സ്, മാൻ ഡിസൊബെയ്സ്. പ്രകൃതി അനുസരിക്കുന്നു, മനുഷ്യൻ അനുസരണക്കേട് കാണിക്കുന്നു.
പരിസ്ഥിതി ആധ്യാത്മികതയാണ്. പരിസ്ഥിതി ആധ്യാത്മികതയുടെ പാഠങ്ങൾ പഠിക്കണം. ഈ പരിസ്ഥിതിയെ നശിപ്പിക്കരുത്, ആവാസ വ്യവസ്ഥിതിക്ക് കേടുവരുത്തരുത്. നമ്മുടെ ദുഷ്ടചിന്തകളും ആവാസ വ്യവസ്ഥയ്ക്ക് കേടുവരുത്തും. നമ്മുടെ ചിന്തകൾ, ദുഷിച്ച ചിന്തകൾ നീ ആവാസ വ്യവസ്ഥയ്ക്ക് കേടുവരുത്തും. യോന 1:4 യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. ഇക്കോളജിക്കൽ കൺസേൺ എന്ന് പറയും, എൻവയൺമെന്റൽ സ്പിരിച്വാലിറ്റി എന്ന് പറയും. പാരിസ്ഥിതികതയുടെ ആധ്യാത്മികത, പരിസ്ഥിതി ആധ്യാത്മികത. മനുഷ്യന്റെ സുഖപ്രാപ്തിയിൽ പ്രകൃതിയുടെ പങ്ക് വലുതാണ്. പ്രകൃതി നൽകുന്ന ഉപദേശങ്ങൾ നാം സ്വീകരിക്കണം. ഈ പ്രകൃതിയിൽ നമുക്ക് ഉപദേശങ്ങൾ കിട്ടുന്നുണ്ടേ, ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 12-ാം അധ്യായം 8-ാം വാക്യം, ഭൂമിയോട് സംഭാഷിക്കുക, അത് നിന്നെ ഉപദേശിക്കും. ബൈബിൾ പറയുകയാണ്, നീ ഭൂമിയോട് സംഭാഷിക്കുക, ഈ ഭൂമി നിന്നെ ഉപദേശിക്കും. സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും. ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ സമുദ്രത്തിലെ മത്സ്യങ്ങളും ഈ ഭൂമിയും നമ്മെ അറിയിക്കും, നമ്മോട് വിവരിക്കുമെന്നാണ് ബൈബിൾ പറയുന്നത്. 23-ാം സങ്കീർത്തനം 2-ാം വാക്യം നമുക്ക് വളരെ പരിചയമുണ്ട്. പച്ചയായ പുൽപ്പുറങ്ങൾ അവൻ നമ്മെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികേക്ക് എന്നെ നടത്തുന്നു. ആ സ്വസ്ഥതയും പച്ച പുൽമേടുകളും കാത്തു സൂക്ഷിക്കുവാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. അത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്, പ്രകൃതിയെക്കുറിച്ചുള്ള ഉദ്ദേശമാണ്. ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന പ്രകൃതിയെക്കുറിച്ച് ഓർമ്മ വേണം. നമ്മെയും ഈ പ്രകൃതിയെയും നിയന്ത്രിക്കുന്നത് ദൈവമാണെന്ന് തിരിച്ചറിയണം. ആ നിയന്ത്രണത്തിന് വിധേയപ്പെടണം. അതിനാണ് സഭാപിതാക്കന്മാർ പേര് പറയുന്നത് ദ ലെസൺസ് ഓഫ് ഇക്കോ തേണോമിയ എന്ന് പറയും. ദ ലെസൺസ് ഓഫ് ഇക്കോ തേണോമിയ, ഇക്കോളജിക്കൽ ഇക്കോ തേണോമിയ. ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും നമുക്ക് ബോധം വേണം. അത് യോനയുടെ പുസ്തകത്തിലുണ്ട്. ഒരു ഇക്കോ തേണോമിയ പഠിപ്പിക്കുന്നു യോനയുടെ പുസ്തകം. 6 കാര്യങ്ങൾ ഞാൻ പറയാം. യോനയുടെ പുസ്തകം പഠിപ്പിക്കുന്ന പരിസ്ഥിതി ദൈവശാസ്ത്രം. ദൈവം സമുദ്രത്തിൽ പെരുങ്കാറ്റടിപ്പിച്ചു, മത്സ്യം യോനായെ വിഴുങ്ങുന്നു, മത്സ്യത്തിൻ്റെ വയറ്റിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു, നിനവയിലെ കടൽത്തീരത്ത് സുരക്ഷിതമായി ഛർദ്ദിക്കുന്നു, പുഴുകുത്തിയപ്പോൾ ഉണങ്ങിപ്പോയ ആവണക്കിൻ്റെ ദൃഷ്ടാന്തം, പുഴുകുത്തിയപ്പോൾ ഉണങ്ങിപ്പോയ ആവണക്കിൻ്റെ ദൃഷ്ടാന്തം. മനുഷ്യനും മൃഗവും അനുതപിച്ച് രട്ടുപുതച്ച് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളും അനുതപിക്കണമെന്ന് പറയാണ് യോനയുടെ പുസ്തകത്തിൽ. മനുഷ്യനും മൃഗവും അനുതപിച്ച് രട്ടുപുതച്ച് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. യോന 3:8. സർവചരാചരങ്ങളുടെയും പരസ്പരമുള്ള ആശ്രയത്വം മൂലമാണ് മനുഷ്യൻ്റെ നിലനിൽപ്പ്. അതാണ് ഇക്കോതേണോമിയ. ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന, വിധേയപ്പെടുന്ന, ദൈവത്തിന് വിധേയപ്പെടുന്ന പ്രകൃതി മനുഷ്യനും. നമ്മുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ മറ്റു സൃഷ്ടികളെ ചൂഷണം ചെയ്യരുത്. നിന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചു. നമ്മുടെ അയൽക്കാർ ഈ ജീവജാലങ്ങൾ കൂടിയാണ്. തൊട്ടപ്പുറത്ത് താമസിക്കുന്ന അയൽക്കാരെ മാത്രമല്ല നമ്മുടെ അയൽക്കാർ. നിന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചത് ഈ ജീവജാലങ്ങളെ കൂടി സ്നേഹിക്കണമെന്നാണ്. അത് പറയാൻ വേണ്ടിയാണ്. അത് മനുഷ്യൻ മനസ്സിലാക്കണം. ആരാണ് നമ്മുടെ അയൽക്കാർ? ആരാണ് ഭൂമിയുടെ അവകാശികൾ? പ്രകൃതി ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ്. പരിസ്ഥിതി നാശം മൂലം
വിദൂര സ്ഥലങ്ങളിലും നാശം ഉണ്ടാകും. നമ്മുടെ അശുദ്ധിയും പാപവും ദുഷ്ടതയും മൂലം വിദൂര സ്ഥലങ്ങളിലും നാശമുണ്ടാകും പ്രിയപ്പെട്ടവരെ. പ്രകൃതി അടക്കി വാഴാനല്ല, സൂക്ഷിക്കാനും കാത്തു സൂക്ഷിക്കാനുമാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ടു കീപ്പ് ഇറ്റ് ആൻഡ് ടു ടിൽ ഇറ്റ്. അതിൽ അധ്വാനിക്കാനും കാത്തു സൂക്ഷിക്കാനുമാണല്ലോ. മനുഷ്യൻ ദൈവത്തിനും ഈ ലോകത്തിനും മധ്യേ പ്രപഞ്ചത്തെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാകണം. നിങ്ങൾ ഞാനും നമ്മുടെ സാന്നിധ്യം മൂലം, നമ്മുടെ വിശുദ്ധി മൂലം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മൂലം ഈ പ്രപഞ്ചത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കണം, തേജസ്കരിച്ചുകൊണ്ടിരിക്കണം. മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ ഒരു കൗദാശിക സാന്നിധ്യമായി തീരണം. എ സാക്രമെൻ്റൽ പ്രസൻസ്. നിങ്ങളുടെയും എൻ്റെയും ഈ ഭൂമിയിലെ സാന്നിധ്യം ഒരു കൗദാശിക സാന്നിധ്യമാകണം. എ സാക്രമെൻ്റൽ പ്രസൻസ്. ഈ പ്രപഞ്ചത്തെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മുടെ പ്രാർത്ഥന മൂലം, കണ്ണുനീര് മൂലം, വിശുദ്ധി മൂലം, സൽക്കർമ്മങ്ങൾ മൂലം ഈ പ്രപഞ്ചത്തെ രൂപാന്തരപ്പെടുത്തുന്ന കൗദാശിക സാന്നിധ്യമാകണം നമ്മുടേത്. അഞ്ചാമത്തെ സന്ദേശം, മനുഷ്യ, നീ പടിപടിയായി താഴുന്ന അവസ്ഥ ഉണ്ടാകരുത്. യോന 1:5-6 വാക്യങ്ങൾ. യോനയോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു. ദൈവം കടാക്ഷിച്ചേക്കും, കരുണ കാണിച്ചേക്കും. മുട്ടിപ്പായി അപേക്ഷിക്കണം. ആത്മീക അധപ്പതനം ഉണ്ടാകരുത്. ആത്മീകമായി ഉറങ്ങുമ്പോഴാകണം നമ്മുടെ മരണം. ഈ ലോക ജീവിതത്തിലുള്ള വേർപാട് ആത്മീകമായി ഇറങ്ങുമ്പോഴാകരുത്, അധപ്പതിക്കുമ്പോഴാകരുത്, ആത്മീകമായി കയറുമ്പോഴാകണം. ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളതാകണം. ജീവിത വ്യാപാരങ്ങളിൽ സൂക്ഷ്മത പുലർത്തണം, ജാഗ്രത പുലർത്തണം. ഇന്ന് വെൽത്ത് ഇൻഡെക്സ് കൂടുന്നു, ഹീറ്റ് ഇൻഡെക്സ് കൂടുന്നു, സ്പിരിച്വാലിറ്റി ഇൻഡെക്സ് കുറയുന്നു. മനുഷ്യൻ്റെ അവസ്ഥയാണ്. നേരിൽ നിന്ന് വ്യതിചലിക്കുന്ന മനുഷ്യൻ, പതിയിരുന്ന് അന്യോന്യം ആക്രമിക്കുന്ന മനുഷ്യൻ, ധാർമ്മികമായി അധപ്പതിച്ചാൽ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുമെന്ന് ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു. മനുഷ്യജീവിതം സമുദ്രത്തിലൂടെ നീങ്ങുന്ന ഒരു കപ്പൽ പോലെയാണ്. അതിൻ്റെ ചുക്കാനും പായകളും വിവേകവും ധർമ്മബോധവുമാകണം. നമ്മെ നയിക്കുന്നത് വിവേകവും ധർമ്മബോധവുമാകണം. ആറാമത്തെ സന്ദേശം കൂടെ പറഞ്ഞ് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. 12 മണിക്ക് പ്രസംഗം അവസാനിപ്പിക്കേണ്ടതാണല്ലോ. ആറാമത്തെ കാര്യം ഇതാണ്: ആത്മാർത്ഥമായ പശ്ചാത്താപം ഉണ്ടാകണം. ആത്മാർത്ഥമായ പശ്ചാത്താപം. യോനായുടെ അനുസരണക്കേട് മൂലം ജനത്തിൻ്റെ അസ്വസ്ഥതയും നിലവിളിയും നാം കാണുന്നു. 1-ാം അധ്യായം 14-ാം വാക്യം. അയ്യോ യഹോവേ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ. നാം പ്രാർത്ഥിക്കണം ഇതുപോലെ. അയ്യോ യഹോവേ, മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങൾ മേൽ വരുത്തരുതേ. യോനായ്ക്ക് താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ആത്മാർത്ഥമായ പശ്ചാത്താപം ഉണ്ടായി. പശ്ചാത്താപത്തിൻ്റെ പ്രവൃത്തികൾ നമ്മിൽ ഉണ്ടാകണം. അവർ റിപ്പൻറ്റൻസ്, കോൺട്രിഷൻ should lead to specific actions of faith. നമ്മുടെ പശ്ചാത്താപം
പ്രത്യേകമായ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കണം. സഭാപിതാക്കന്മാർ പശ്ചാത്താപത്തിൻ്റെ ആത്മീയത പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പൗരസ്ത്യ സഭയുടെ പിതാക്കന്മാർ പശ്ചാത്താപത്തിൻ്റെ ആത്മീയത ഇപ്രകാരം വിശദീകരിക്കുന്നു: ദ സ്പിരിച്വാലിറ്റി ഓഫ് റിപ്പൻറ്റൻസ്, കോൺട്രിഷൻ. ആത്മതപനമുണ്ടാകണം. ആത്മാവിൻ്റെ തപനം, യഥാർത്ഥമായ അനുതാപം, അനുതാപം കൊണ്ട് തിളയ്ക്കുന്ന ഹൃദയം, ആത്മതപനം. ആന്തരിക ജാഗ്രത, ഇന്നർ വാച്ച്ഫുൾനെസ്, ആന്തരിക ജാഗ്രത ഉണ്ടാകണം. നിരന്തരമായ ഉണർവുണ്ടാകണം. ശുദ്ധി സൗന്ദര്യം ഉണ്ടാകണം. ശുദ്ധി സൗന്ദര്യം, ഹൃദയത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കണം. നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ബാഹ്യ സൗന്ദര്യത്തിനാണ്, ബാഹ്യമായ ആരോഗ്യത്തിനാണ്. ഹൃദയത്തിൻ്റെ സൗന്ദര്യം, മെൻ്റൽ ഹെൽത്ത്, മാനസികാരോഗ്യം, അതാണ് ശുദ്ധി സൗന്ദര്യം. നിന്റെ ശുദ്ധി സൗന്ദര്യം നീ വർദ്ധിപ്പിക്കണം. മാനസിക ഘടനയെ മെരുക്കിയെടുക്കണം. ടൈമിങ് ദ മെൻ്റൽ സ്ട്രക്ചർ. നമ്മുടെ പ്രാർത്ഥന മൂലം, കണ്ണുനീര് മൂലം, ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ മൂലം ആന്തരിക മാനസിക ഘടനയെ മെരുക്കിയെടുത്തുകൊണ്ടിരിക്കണം. നമ്മിലുള്ള ദൈവ തേജസ്സിനെ പ്രകാശിപ്പിക്കണം. നമ്മുടെ പശ്ചാത്താപം മൂലം, അനുതാപം മൂലം നമ്മിലുള്ള ദൈവ തേജസ്സിനെ പ്രകാശിപ്പിക്കണം, പ്രോജ്വലിപ്പിക്കണം. തപസ്സിൻ്റെ ശക്തി ആർജിക്കണം. ഇന്ന് ഈ ലോകത്തിന് നഷ്ടപ്പെട്ടു പോയ തപസ്സിൻ്റെ ശക്തി പുനരാർജിക്കണം. തപസ്സിൻ്റെ ശക്തി, അനുഗ്രഹത്തിൻ്റെ കണ്ണുനീരൊഴുക്കണം. ആന്തരിക നിശ്ചലത മനുഷ്യന് ആവശ്യമാണ്. ഇന്നർ സൈലൻസ്, ആന്തരിക നിശ്ചലത. നമ്മുടെ മനസ്സിനെ ഇളക്കാനാണ് പിശാചിൻ്റെ പ്രവർത്തനം, ഓവർ ടൈം പ്രവർത്തനം. ദ ഡെവിൾ ഈസ് ബിസി. എന്തിനു വേണ്ടി? നമ്മുടെ മനസ്സിനെ ഇളക്കാൻ, തകർക്കാൻ. ആന്തരിക നിശ്ചലത ആർജിക്കണം. അതാണ് പശ്ചാത്താപം, ഇന്നർ സൈലൻസ്. നിർമ്മമതയും വിരക്തിയും ഉണ്ടാകണം. നിർമ്മമത, വിരക്തി, അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന സഭാപിതാക്കന്മാർ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ് ഓടുന്ന ഒരു കപ്പലിൻ്റെ ഉദാഹരണം. കപ്പൽ സമുദ്ര തലത്തിലൂടെ ഓടുന്നു, മുങ്ങിപ്പോകാതിരിക്കുന്ന കപ്പൽ. വെള്ളത്തിലൂടെ ഒഴുകുന്നു, തെന്നി പോകുന്നു, മുങ്ങിപ്പോകരുത്. നിർമ്മമത, ലൗകിക സുഖഭോഗങ്ങളിൽ നിർമ്മമത വേണം. പാഷൻസ്, നിയന്ത്രണം വേണം. നിർമ്മമതയും വിരക്തിയും പശ്ചാത്താപത്തിൻ്റെ ആധ്യാത്മികതയുടെ തത്വങ്ങളായിട്ട് പിതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. ഉള്ളിലെ അഗ്നി ജ്വലിക്കണം. സഹനത്തിൻ്റെ അച്ചടക്കം വേണം. എൻഡുറൻസ്, സഹനത്തിൻ്റെ അച്ചടക്കം. അമര ചൈതന്യം, നമ്മിൽ മരിക്കാത്ത ഒരു ചൈതന്യം അലതല്ലണം. അമര ചൈതന്യം. ആത്മീയ ശ്വസനം നമ്മെ സഹായിക്കുമെന്ന് സഭാപിതാക്കന്മാർ പറയുന്നു. ആത്മീയ ശ്വസനം, നമ്മുടെ ശ്വാസക്രമം, ഇംഗ്ലീഷ് ഭാഷയിൽ ഹെസിക്കാസം എന്ന് പറയും. ശ്വസിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നു, ഓ മൈ ലോർഡ് ജീസസ്, കർത്താവായ യേശുവേ. ഉച്ഛ്വസിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നു, പാപിയായ എന്നോട് കരുണ തോന്നണമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ, പശ്ചാത്തപിക്കുന്ന എന്നോട് കരുണ തോന്നണമേ. ഇന്നത്തെ ധ്യാനത്തിൽ നമ്മൾ കേട്ട കാര്യങ്ങൾ
നമ്മുടെ നാട് ഇന്ന് പഴയ നിനവ പട്ടണം പോലെ ആയിരിക്കുന്നു. യോനയുടെ ചരിത്രം നമ്മെ പാഠങ്ങൾ പഠിപ്പിക്കണം, നിരന്തരം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. വഴിതെറ്റിപ്പോയ യോനായി മാറ്റം സംഭവിച്ച യോനായി നമ്മിലുള്ള ബലഹീന വശങ്ങൾ കുറച്ചു കൊണ്ടുവരണം. നമ്മിലുള്ള നന്മയുടെ വശങ്ങൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം. യോനയുടെ പുസ്തകത്തിൽ നിന്നുള്ള 6 പാഠങ്ങൾ നാം കണ്ടു. ജീവിതം ഒരു നിയോഗമാണ്, അത് നിറവേറ്റണം. നമ്മിലുള്ള സർഗാത്മകതയെ പോഷിപ്പിക്കണം. തിന്മയുടെ ഭീകരമായ ഭവിഷ്യത്തറിയണം. പരിസ്ഥിതി ആധ്യാത്മികതയുടെ പാഠങ്ങൾ പഠിക്കണം. പടിപടിയായി താഴുന്ന അവസ്ഥ ഉണ്ടാകരുതേ. ആത്മാർത്ഥമായ പശ്ചാത്താപം ഉണ്ടാകണം. ആത്മാർത്ഥമായ പശ്ചാത്താപത്തെക്കുറിച്ച് നമ്മുടെ സഭാപിതാക്കന്മാർ ഊന്നിപ്പറയുന്ന പശ്ചാത്താപത്തിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ആ പശ്ചാത്താപത്തിൻ്റെ ഉണർവിൻ്റെ ആധ്യാത്മികത നമ്മെ നയിക്കട്ടെ, നമ്മെ വിശുദ്ധീകരിക്കട്ടെ, അതുമൂലം ഈ പ്രപഞ്ചത്തെയും വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.